8 ഓവറും 4 പന്തും പിന്നിടുമ്പോൾ ഡൽഹിക്ക് 4 വിക്കറ്റുകൾ നഷ്ടം. അന്നേരം സ്കോർ ബോർഡിലുള്ളത് 58 റൺസ് മാത്രം. RCB കുറിച്ചത് വെറും 169 റൺസാണെങ്കിലും അതൊരു റൺമല പോലെ ഡൽഹിക്ക് മുന്നിൽ ഉയർന്നു നിന്നു. ബാറ്റിംഗിൽ പാളിയെങ്കിലും RCB അഗ്രസീവ് ബോളിംഗിലൂടെ മത്സരം പിടിച്ചെടുക്കുമെന്നായിരുന്നു തോന്നിച്ചത്. പക്ഷേ ചുവപ്പിൽ കുളിച്ച ചിന്നസ്വാമിയുടെ ആരവങ്ങൾക്കെല്ലാം മൂകസാക്ഷിയായി ഒരാൾ ക്രീസിലുണ്ടായിരുന്നു. കണ്ണൂർ ലോകേഷ് രാഹുൽ എന്ന KL രാഹുൽ. ഉജ്ജ്വലമായി പന്തെറിയുന്ന RCB ബോളർമാർക്ക് മുന്നിൽ അതിജീവിക്കുക എന്ന വെല്ലുവിളിയായിരുന്നു രാഹുലിന് മുന്നിലുള്ളത്. പക്ഷേ 5 റൺസ് എടുത്തു നിൽക്കെ യാഷ് ദയാലിന്റെ പന്തിൽ ഉയർത്തിയടിച്ച രാഹുലിന്റെ ടൈമിംഗ് തെറ്റി. ഉയർന്നു പൊന്തിയ പന്തിന് പിന്നാലെയോടിയ രജത് പട്ടിദാർക്ക് അത് പിടിച്ചെടുക്കാനായില്ല. ഡുപ്ലസിസും ഫ്രൈസർ മക്കർക്കും അക്സർ പട്ടേലുമെല്ലാം പരാജയപ്പെട്ട മത്സരത്തിൽ രാഹുലും അതിജീവിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെ എല്ലാവരും കരുതി. രാഹുലിന്റെ ആദ്യത്തെ പല ഷോട്ടുകളും ടൈമിംഗ് തെറ്റിയാണ് പറഞ്ഞത്. ഒരു ഏകദിനം പോലെയാണ് രാഹുൽ ബാറ്റിംഗ് തുടങ്ങിയത്. ഡൽഹിയുടെ റിക്കേർഡ് റൺ റേറ്റ് അധികരിച്ചു വന്നു. സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ പരന്നു തുടങ്ങി. എന്നാൽ പിന്നീടങ്ങോട്ട് ചിന്നസ്വാമി കണ്ടത് ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ചേസ് മാസ്റ്ററായ വിരാട് കോഹ്ലിയെ മൈതാനത്ത് സാക്ഷിയാക്കി ഒരു KL രാഹുൽ ഷോ. ലിയാം ലിവിങ്സ്റ്റണെ ഒരു ബൗണ്ടറിയും സിക്സറും വായിച്ച് രാഹുൽ ചില സൂചനകൾ നൽകി. അതിനിടയിൽ 37 പന്തുകളിൽ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി. പക്ഷേ മത്സരം ഫിനിഷ് ചെയ്യുക എന്ന വലിയ മിഷൻ അവിടെ ബാക്കിയുണ്ടായിരുന്നു. അതിനിടയിലാണ് ചിന്നസ്വാമിയുടെ മുകളിലൂടെ കാർമേഘങ്ങൾ മിന്നിമാഞ്ഞത്. അതോടെ സ്ക്രീനിൽ ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ജയിക്കാൻ വേണ്ട റൺസ് തെളിഞ്ഞു. വിജയിക്കാൻ വേണ്ടത് 107 റൺസാണെങ്കിൽ ഡൽഹി 99 റൺസിലാണ് ഉണ്ടായിരുന്നത്. മറുവശത്ത് RCB ആകട്ടെ ഈ പാർട്ണർഷിപ്പ് പൊളിക്കാനായി തങ്ങളുടെ വജ്രായുധമായ ജോഷ് ഹേസൽവുഡിനെ പന്തേൽപ്പിച്ചു. ടൂർണമെന്റിൽ ഉടനീളം തങ്ങളുടെ രക്ഷകനായ ഹേസൽവുഡ് ഒരു ബ്രേക്ക് ത്രൂ നൽകുമെന്ന് RCB ആരാധകർ ഒന്നടങ്കം കരുതി. ഹേസൽവുഡിന്റെ ആദ്യ 2 പന്തുകളും ബൗണ്ടറിയോടെയാണ് രാഹുൽ വരവേറ്റത്. പിന്നെ ആ ഓവറിൽ ഹേസൽവുഡിന് ഒരു അവസരവും രാഹുൽ നൽകിയില്ല. 3 ബൗണ്ടറിയും ഒരു സിക്സറും അടക്കം 22 റൺസാണ് ആ ഓവറിൽ മാത്രം പിറന്നത്. ഒരൊറ്റ ഓവർ കൊണ്ട് രാഹുൽ ടേബിൾ ടേൺ ചെയ്തു. ആ ഒരു ഓവറോടെ ഡൽഹി ഡെക്വർത്ത് ലൂയിസ് പാർ സ്കോറിനും മുന്നിലെത്തി. ഹേസൽവുഡ് കൂടി തല്ലുവാങ്ങിയതോടെ ഈ മത്സരത്തിൽ ഇനിയൊന്നും ചെയ്യാനില്ല എന്ന കൈപ്പുള്ള യാഥാർത്ഥ്യം RCB ആരാധകർക്ക് മനസ്സിലായി തുടങ്ങി. ആ ഒരു ഓവറോടെ ഡൽഹി മത്സരത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്കെത്തി. രാഹുലിൽ നിന്നും ട്രിസ്റ്റൻ സ്റ്റബ്സ് കൂടി ഊർജ്ജം സംഭരിച്ചു. പിന്നീട് മത്സരം ഫിനിഷ് ചെയ്യേണ്ട ജോലികൾ മാത്രം. കർണാടകക്കാരനായ KL രാഹുലിന് ചിന്നസ്വാമിയുടെ മണ്ണും പുൽക്കൊടികളുമെല്ലാം മറ്റാരെക്കാളും നന്നായി അറിയാം. ഒടുവിൽ മത്സരം ഫിനിഷ് ചെയ്ത് ബാറ്റ് ഗ്രൗണ്ടിലേക്ക് കുത്തിയിറക്കിയ രാഹുൽ ഇതെന്റെ മണ്ണാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കഠാര പോലെ ആ സെലിബ്രേഷൻ RCB ആരാധകരുടെ ഹൃദയത്തിലേക്കാണ് തുളച്ചു കയറിയത്. പൊതുവെ ശാന്തനായ രാഹുൽ വളരെ അഗ്രസീവായാണ് സെലിബ്രേഷൻ നടത്തിയത്. ആർക്കൊക്കെയോ ഉള്ള മറുപടിയായിരുന്നു അതെന്ന് വ്യക്തം. അത് ആർക്കെതിരെയാണ്? രാഹുലിനെ ബംഗളൂരുവിലേക്ക് തിരിച്ചു കൊണ്ടുവരാത്ത RCB മാനേജ്മെന്റിനോടാണോ? അതോ അപമാനിച്ചു പറഞ്ഞയച്ച ലക്നൗ മാനേജ്മെന്റിനോടോ? അതോ സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങളോടാണോ? പോയ സീസണിൽ ലക്നൗ മുതലാളിയായ സഞ്ജീവ് ഗോയങ്കയ്ക്ക് മുന്നിൽ ആത്മവിശ്വാസമില്ലാതെ നിന്ന രാഹുലിനെയല്ല ഈ സീസണിൽ കാണുന്നത്. ഡൽഹിയുടെ കുപ്പായത്തിൽ അവൻ ഉയർത്തുകൊണ്ടിരിക്കുന്നു. ലേലത്തിൽ തന്നെ വാങ്ങിയ ഡൽഹിക്കായി രാഹുൽ തന്റെ മാക്സിമം തന്നെ നൽകുന്നു. പോയ മത്സരത്തിൽ ചെപ്പോക്കിൽ നേടിയ പ്ലെയർ ഓഫ് ദി മാച്ചിന് പിന്നാലെ ഇക്കുറി ചിന്നസ്വാമിയിലും കളിയിലെ താരമായിരിക്കുന്നു. ചെന്നൈക്കെതിരെ ഓപ്പണറായാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ഇന്ന് ടീമിനായി 4ാം സ്ഥാനത്താണ് അയാൾ ബാറ്റ് ചെയ്തത്. ഒരുപക്ഷെ സമീപകാലത്ത് മറ്റേതൊരു ഇന്ത്യക്കാരനേക്കാളും പരിഹസിക്കപ്പെട്ട താരമാണ് രാഹുൽ. സ്ട്രൈക്ക് റേറ്റ് ഇല്ലാതെ ബാറ്റ് ചെയ്യുന്നു എന്ന വിമർശനം ഒരുപാട് കേട്ട താരം. ഈ IPL ലേലത്തിന് മുന്നോടിയായി രാഹുലിനെ റിലീസ് ചെയ്ത് ഗോയങ്കെ പറഞ്ഞതിങ്ങനെ: സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കുന്നവരെയല്ല, ടീമിനെ ഒന്നാമതായി കാണുന്നവരെയാണ് എനിക്ക് ആവശ്യം. ഈ പ്രസ്താവന രാഹുലിനെയാണ് ലക്ഷ്യമിട്ടത് എന്ന് വ്യക്തമായിരുന്നു. നാക്കുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കളിക്കളത്തിൽ അയാൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ പല മത്സരങ്ങളിലും ആ ബാറ്റിന്റെ കരുത്തിൽ കൂടിയാണ് ഇന്ത്യ വിജയതീരമണഞ്ഞത്. ബംഗ്ലാദേശിനെതിരെ 41 പന്തിൽ 47, ന്യൂസിലാൻഡിനെതിരെ 23 പന്തിൽ 29, ഓസ്ട്രേലിയക്കെതിരെ സെമി ഫൈനലിൽ നിർണായകമായ 34 പന്തിൽ 42 റൺസ്, ഫൈനലിൽ കിവീസിനെതിരെ 33 പന്തിൽ 34 റൺസ്. എത്ര വേണമെങ്കിലും വിമർശിച്ചോളൂ, ടീം പതറുമ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഉണ്ടാകുമെന്ന സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകുന്നത്.